ലോകം മുഴുവൻ കാത്തിരുന്ന് കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അവരെവിടെയാ? പണ്ട് നമ്മളൊരു വീഡിയോ ഇല്ലേ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS, അവിടെയാണ് അവർ. കുറേ നാളുകളായിട്ട് നമ്മളൊരു വാർത്ത കാണാറില്ലേ, സുനിത വില്യംസ് ബഹിരാകാശത്തു കുടുങ്ങിയെന്ന്. 2024 ജൂൺ മാസത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടു. No problem and no issue. Oh, there's a big cumulus cloud right next to the pad. 4, 3, 2, 1, ignition. And liftoff of Starliner and Atlas V, carrying 2 American heroes, drawing a line to the stars for all of us. പക്ഷേ ഹീലിയം ചോർച്ചയും സ്റ്റാർലൈനർ പേടകത്തിലെ പ്രശ്നങ്ങളും മൂലം അവർക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു വരാൻ പറ്റിയില്ല. 2024 സെപ്റ്റംബർ 6 അവരെ കൂട്ടാതെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചു പോന്നു. ISSൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും മാത്രമല്ല, പല ദൗത്യങ്ങളിൽ നിന്നായി 7 പേരുണ്ട്. തിരിച്ചു വരാൻ പറ്റാതെ ബഹിരാകാശത്ത് കഴിയുമ്പോൾ അവരവിടെ പരീക്ഷണങ്ങളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ബഹിരാകാശത്തിൽ അവർ ചെടികളൊക്കെ വളർത്തി. ബഹിരാകാശത്ത് നടന്ന് ചരിത്രം കുറിക്കാനും സുനിത വില്യംസിന് കഴിഞ്ഞു കേട്ടോ. ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന വനിതയായി സുനിത വില്യംസ്. ആകെ 62 മണിക്കൂറും 6 മിനിറ്റും സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നടന്നു. ബഹിരാകാശത്ത് ഗ്രാവിറ്റി ഇല്ല എന്നുള്ളത് അറിയാലോ. ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഒത്തിരി നാൾ ജീവിച്ചാൽ നമ്മുടെ എല്ലിനും മസിലിനൊക്കെ പ്രശ്നം വരും. തിരിച്ചു വരുമ്പോൾ ഒരു പെൻസിൽ പോലും എടുത്തു വെക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. സ്വന്തം ശരീരത്തിൻ്റെ ഭാരം കാരണം എഴുന്നേറ്റ് നിൽക്കാൻ വരെ ബുദ്ധിമുട്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്. അവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടി 8 മാസങ്ങൾക്ക് ശേഷം സ്പേസ് കൂട്ടൻ സംഘം ഇന്ന് രാവിലെ ISSൽ എത്തി. കൂട്ടൻ സംഘത്തിലെ 4 പേരും ISSലുണ്ടായിരുന്ന 7 പേരും ചേർന്ന് ഇപ്പോൾ അവിടെ 11 പേരായി. ആ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഡ്രാഗൺ പേടകം നിലയവുമായി ഡോക്ക് ചെയ്തു. ആദ്യം നിലയത്തിൻ്റെ വാതിൽ തുറന്നു. ഇനി ഡ്രാഗൺ പേടകത്തിൻ്റെ ഡോറ് തുറന്ന സംഘങ്ങൾ ഉള്ളിലേക്ക് വരും. നമ്മൾ ഡോറ് തുറന്നൊരു മുറിയിലേക്ക് കയറുന്ന പോലെ അവിടെ പറ്റില്ല. അവിടുത്തെ പ്രഷറൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. കൂട്ടൻ അംഗങ്ങളൊക്കെ ISSലേക്ക് കടന്നു വരുന്നത് കണ്ടോ. First Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the Fly's newest class of astronauts to enter, and last commander of Crew 10, Anne McLean. സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ. മൈക്കും ക്യാമറ ഒക്കെ പറന്ന് നടക്കുന്നത് കണ്ടോ. എല്ലാവരുടെ മുടിയൊക്കെ നോക്കി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നേ. Hey, from the bottom of my heart, thanks to our families, friends. 2024 ജൂൺ മാസം സുനിത വില്യംസ് എത്തിയ സ്റ്റാർലൈനർ പേടകത്തിന് പ്രശ്നങ്ങൾ കണ്ടു. ആ പേടകത്തിൽ ഇനി അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? കൽപ്പന ചൗളയുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ പേടകത്തിൻ്റെ അനുഭവം ഉള്ളതിനാൽ തകരാറ് കണ്ടെത്തിയ സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസിനെ അയച്ച് പരീക്ഷിക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് ആളില്ലാത്ത പേടകം തിരിച്ചയച്ചു. ഇപ്പോൾ അവിടെ എത്തിയ കൂട്ടൻ അംഗങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ജോലികളെല്ലാം കൈമാറിയതിന് ശേഷം മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് വിൽമോറും
ക്രൂ 9 ദൗത്യത്തിൽ വന്ന 2 പേരും അങ്ങനെ 4 പേര് ഭൂമിയിലേക്ക് തിരിച്ചു വരും. ലോകം കാത്തിരിക്കുന്നത് തിരിച്ചു വരവ്. സുരക്ഷിതമായ അവർ തിരിച്ചു വരട്ടെ. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.